ഇടുക്കി ജില്ലയിലെ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് മച്ചിപ്ലാവിൽ അവിടെയായിട്ടാണ് നമ്മുടെ 311ാമത്തെ സ്നേഹഭവനം നൽകാനായിട്ട് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ച് വരുന്നതും. അവിടെ ഈ പ്രാവശ്യത്തെ വീടിന്റെ താക്കോൽദാനം എന്ന് പറയുന്നത് ഇടുക്കിയിലെ ജില്ലാ കളക്ടറായിരിക്കുന്ന ഷീബ ജോർജാണ് നിർവഹിക്കുന്നത്. അപ്പൊ അവിടെ വന്നതിന് ശേഷം കളക്ടർ വണ്ടിയിൽ വന്ന് അതിനുശേഷം യാത്ര ചെയ്യാൻ കാറിനകത്ത് പറ്റത്തില്ല. അതുകൊണ്ട് ജീപ്പിലാണ് അവിടെ നിന്നുള്ള യാത്ര എന്ന് പറയുന്നത്. വളരെ ഒരു സ്റ്റീപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ അവിടെ മഴയായതിനാൽ ചള്ളയൊക്കെ ആയതുകൊണ്ട് അത്തരം പ്രദേശത്തുകൂടെ നമ്മൾ കാറിൽ സഞ്ചരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയാണ് ജീപ്പിൽ കയറി നല്ല സാഹസികമായിട്ട് അവിടെ എത്തിച്ചേരുന്നതും. അതൊരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാൻ. കാര്യം ഇങ്ങനെ ദുർഘടമായിട്ടുള്ള സ്ഥലത്തോടുള്ള ഒരു യാത്രയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ജില്ലാ കളക്ടർ ആദരണീയായ കളക്ടർ അവിടെ വരികയും നേരെ ആദ്യം തന്നെ വീട് കാണാനായിട്ടാണ് അവിടെ വരുന്നത്. അതായത് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ മാഡം ഈ വീട് സ്നേഹഭവനം സന്ദർശിക്കുകയും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് താക്കോൽദാന ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നത്. ഈ വീട്ടുകാരെന്ന് പറയുന്നത് സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന ഒരു കാര്യം. അവർക്ക് മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, ഒരു ജോലിയോ ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന കുടുംബം. 2 കുട്ടികളുമായിട്ട് എവിടെ പോകണമെന്നറിയാതെ ഒരു നിസ്സഹായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സമയത്താണ് മച്ചിപ്ലാവിലുള്ള ബോസിന്റെ ഭാര്യയായ ഗ്രേസി, ഇവർ 2 പേരുമാണ് ഇവർക്ക് 4 സെന്റ് സ്ഥലം നൽകി. ആ സ്ഥലത്തായിട്ടാണ് ഇവർക്ക് ഒരു വീട് നമ്മൾ ഡൽഹിയിലുള്ള മാത്യൂസിൻ്റെയും മേരിയുടെയും സഹായത്താൽ വീട് പണിത് നൽകിയതെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു താക്കോൽദാന ചടങ്ങെന്ന് പറഞ്ഞു വ്യത്യസ്തമായ രീതിയിൽ. അപ്പം 4 കൊണ്ടാണ് താക്കോൽ കൊടുപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നതായി മാത്യൂസ് പറയുന്നു, ടീച്ചർ എനിക്ക് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ടീച്ചർ ആരെങ്കിലും തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മാഡത്തിനെ വിളിക്കുകയും മാഡം എന്നോട് പറഞ്ഞു ഞാൻ വരാം, ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ സന്തോഷപൂർവ്വം അതിൽ വരികയും ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ സുനിൽ, അതുപോലെ ജയലാൽ, ബാക്കി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഈ ഒരു സംരംഭത്തിന് സ്ഥലം കൊടുക്കുകയും ഇതിനെ സഹായിക്കുകയും ഒക്കെ ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 313 വീട് കേരളത്തിൻ്റെ 11 വീട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക, ഒരു ലാഭേച്ഛയുമില്ലാതെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഒരു സുദീർഘമായൊരു സേവനം എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇടുക്കിയിൽ ഒരുപാട് പേര് വീടില്ലാതെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആരെ കോണ്ടാക്ട് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഡോക്ടർ ഇങ്ങനെ പല ഭാഗങ്ങളിൽ വീട് വെക്കുന്നതായിട്ടുള്ള അറിവ് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഒരു വീട് പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുത്തു. അപ്പോൾ ഇതൊരു നല്ലൊരു ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. കാരണം ഒരാൾ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുക, അതുപോലെ ഇതിന് സ്ഥലം തരിക, ഇതിനെ സ്പോൺസർ ചെയ്യുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഒരു വീട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു ഉദാഹരണവും കൂടിയാണ്. നമ്മളൊരു സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ ഒരു കുടിലിൽ നിന്ന് അതിൻ്റെ മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് സുരക്ഷിതമായ ഒരു കൂരയ്ക്കുള്ളിൽ താമസിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സന്തോഷകരമാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ആ ഒരു ബിന്ദുവും ഷൈലും മാത്രമല്ല എല്ലാവരും ഈ വീട് കിട്ടിയ എല്ലാവരും ആ ഒരു സന്തോഷത്തോടു കൂടി ഇതിൻ്റെ അകത്ത് താമസിക്കുക. പിന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇതിനെ സഹായിച്ചവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഇനിയും കൂടുതൽ ഇതുപോലുള്ള ആളുകളെ സഹായിക്കാൻ ഒരുപാട് പേര് വരട്ടെ. അത് സ്ഥലം നൽകി ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും ഒരു സ്ഥലവും ഇങ്ങനെ തരില്ല. അത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും അങ്ങനെ ഒരു നല്ല മനസ്സ് ഇവർക്ക് തോന്നിയതിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് സന്മനസ്സുള്ളവർ ഇനിയുമുണ്ട്. ഇതൊക്കെ അറിഞ്ഞു കേട്ട് ഇനിയും ഇതുപോലെ ഭവനമില്ലാതെ വഴിയോരങ്ങളിലും അതിന് വാടകയ്ക്കും ഒക്കെ താമസിക്കുന്ന ആളുകളെ സഹായിക്കാൻ എല്ലാവർക്കും സാധിക്കണം. അപ്പോൾ ഇതൊരു നല്ലൊരു സംരംഭമാണ്. ഇതിൽ എനിക്കും പങ്കുചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഭവനങ്ങൾ കേരളത്തിൽ പണിത് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. ഈ ഒരു ഭവനത്തിൽ താമസിക്കുന്നവർ നിങ്ങൾക്ക് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു വീട് ലഭിച്ചു. ഇതുപോലെ വീടില്ലാത്തവരെ ഏതെങ്കിലും കാലഘട്ടത്തിൽ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ അത് ഒരു വളരെ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെയുള്ളൊരു മെസ്സേജും കൂടെ സമൂഹത്തിന് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു സംരംഭത്തിൽ എന്നെയും കൂടെ ക്ഷണിച്ചതിൽ അതിനുള്ള നന്ദിയും പറയുന്നു.
ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ താമസിക്കുന്ന നിങ്ങളുടെ ഫാമിലി കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കണം. മക്കൾ പഠിച്ച് ഇതിൽ നല്ല വീടൊക്കെ ഇതുപോലെയല്ല ഇതിൽ നല്ല വീടൊക്കെ ഉണ്ടാക്കി താമസിക്കുമ്പോൾ ഇതുപോലെയുള്ളവരെ മറക്കരുത് എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാത്യൂസിന്റെയും മേരിയുടെയും സഹായത്താൽ പണിയുന്ന മൂന്നാമത്തെ വീടായിരുന്നു ഈ ദിവസം. ബിന്ദു ഷൈജുവിനും 2 കുട്ടികൾക്കുമായിട്ട് ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചതെന്ന് പറയുന്നത്. ഈ അവസരത്തിൽ വളരെ സന്തോഷം തോന്നി. കാര്യം ജില്ലാ കളക്ടർ നേരിട്ട് വന്ന് ഈ ഒരു ചടങ്ങ് നിർവഹിച്ചതിൽ ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ കൊടുത്ത വീടെന്ന് പറയുന്നത് ഇവർ 2 കുട്ടികളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹത്തിനാണെങ്കിൽ ചെറിയൊരു ജോലിയാണ്, പാച്ച് വർക്കൊക്കെ ചെയ്യാൻ പോകുന്ന വർക്ക്ഷോപ്പിൽ പോകുന്ന ഒരു ജോലിയാണ് ഷൈജുവിൻ എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് 2 മുറികളും അടുക്കളയും ഒരു ഹോളും ബാത്റൂമും സിറ്റ് ഔട്ടും അടങ്ങിയ വീടാണ് നമ്മൾ ഇവർക്കായിട്ട് പണിത് നൽകിയത്. അപ്പൊ അന്നേ ദിവസം തന്നെ അവര് മറ്റ് നിർവാഹം ഒന്നും ഇല്ലാത്തതിനാൽ പാലുകാച്ചും കൂടെ നടത്തിയാണ് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ വീട്ടിൽ കയറി താമസിക്കുകയായിരുന്നു. അന്നേരം തന്നെ താമസിക്കുന്നൊരു സന്തോഷം. ഒരുപാട് വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഞാനും എൻ്റെ 2 മക്കളും ഹസ്ബൻഡും അടങ്ങുന്ന കുടുംബം. ഒരുപാട് വർഷങ്ങളായി വാടകയ്ക്ക് താമസം തുടങ്ങിയിട്ട്. അങ്ങനെ ഒരു വീട് വയ്ക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസരത്തിലാണ് ബോസ് ചേട്ടൻ ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലം തരികയും ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ അത് പണി പൂർത്തീകരിച്ച് തരികയും ചെയ്തത്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിച്ച മാത്യു സാറിനും കുടുംബത്തിനും ബോസ് ചേട്ടനും ടീച്ചറിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഇന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് താക്കോൽദാനം തരികയും ഇന്ന് തന്നെ ഞങ്ങൾ പാല് കാച്ചി വീട്ടിൽ താമസം തുടങ്ങുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ദൈവത്തിന് തുല്യമായിട്ടാണ് ഞങ്ങൾ ടീച്ചറിനെയും ബോസ് ചേട്ടനെയും ഈ മാത്യു സാറിനെയും കാണുന്നത്. എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവർ 3 പേരും ഉണ്ടാവും. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ ഞാൻ മാത്യൂസിനെ ഈ അവസരത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടെ നിൽക്കുന്ന സ്നേഹമായിട്ട്, നല്ല വാക്കായിട്ട്, പ്രോത്സാഹനമായിട്ടൊക്കെ നമ്മളോടൊപ്പം നിൽക്കുന്ന, മനസ്സിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ടെന്നറിയാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വരൻ നൽകട്ടെ എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കും.